കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടെത്താനായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവിധ മീറ്റിംഗുകളും ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ മുൻ നേതാക്കന്മാരും MLA മാരും അതുപോലെ മുൻ അധ്യക്ഷന്മാരും പ്രസിഡന്റായിട്ടിരുന്നവരും എല്ലാവിധ നേതാക്കന്മാരെയും ഡൽഹിയിൽ വിളിച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ വെച്ച് മീറ്റിംഗും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തോടുകൂടി എല്ലാവിധ മീറ്റിംഗുകളും അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോ അടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ആ ഒരു മീറ്റിംഗിൽ രാഹുൽ ഗാന്ധി ഉണ്ടാവും, സോണിയാഗാന്ധി ഉണ്ടാവും, പ്രിയങ്ക ഗാന്ധി ഉണ്ടാവും, മല്ലികാർജുന ഖാർഗെയും ഉണ്ടാവും. ഇവർ 4 പേരും കൂടി ഒന്നിച്ചിട്ടായിരിക്കും ഇന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് അവരുടെ തീരുമാനം ഫൈനൽ ആയിരിക്കും. ആ ഒരു മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള കാര്യം നാളെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒന്നില്ലെങ്കിൽ ഇന്ന് രാത്രി അവരുടെ തീരുമാനം പൂർണ്ണമായിട്ടും ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങൾ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ നാളെ രാവിലത്തോടനുബന്ധിച്ചുകൊണ്ട് കേരളം കാത്തിരിക്കുന്ന ആ ഒരു മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴും ഒരു പൂർണ്ണമായിട്ടൊരു ചിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ പറയുന്ന KC വേണുഗോപാലിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അതായത് 63 കോൺഗ്രസ് MLA മാരിൽ ഏകദേശം 45ഓളം വരുന്ന കോൺഗ്രസ് MLA മാര് ഈ പറയുന്ന KC വേണുഗോപാലിന് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ MP മാരുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും MP മാരിലും ഒരുപാട് പേര് ഈ പറയുന്ന KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ കാര്യം പുള്ളിക്കാരൻ ചിത്രത്തിലേ ഇല്ല എന്നുള്ള കാര്യം നമുക്കിപ്പോൾ കൺഫേം ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ആളുടെ പേര് എവിടെയും നമുക്ക് പൂർണ്ണമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് ഈ പറയുന്നത് പോലെ VD സതീശൻ, ജനവികാരം VD സതീശനൊപ്പമാണ്. ജനങ്ങളുടെ ആഗ്രഹം ഈ പറയുന്ന VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ്. കാരണം അദ്ദേഹമാണ് ഈ പറയുന്ന പാർട്ടിയെ ഈ ഒരു ലെവലിലേക്ക് 102 സീറ്റുകൾ നേടിക്കൊണ്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് കൊണ്ടുവന്നത് VD സതീശൻ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ് ജനങ്ങളുടെയൊക്കെ ആ ഒരു ആഗ്രഹം. ഈ ഒരു ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ മീറ്റിംഗിൽ മല്ലികാർജുന ഖാർഗെയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചെടുക്കുന്ന തീരുമാനത്തിൽ ഈ ഒരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും ഒരു തീരുമാനം ഫൈനലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്ത കേൾക്കുന്നത്. ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും VD സതീശന് അനുകൂലമായിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ജനവികാരം അറിയാതെ മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പാർട്ടിക്ക് തട്ടുകേട് സംഭവിക്കും എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്ന അധ്യക്ഷന്മാരുടെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു വരുത്തിയപ്പോൾ ഏകദേശം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ KC വേണുഗോപാലിലേക്ക് ഈ ഒരു മന്ത്രിസ്ഥാനം പോവുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചുകൊണ്ട് MLA ആയിട്ട് വിജയിക്കണം. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് അനുയായികൾ എല്ലാവരും VD സതീശനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഈ പറയുന്ന KC വേണുഗോപാൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പുള്ളിക്കാരൻ പരാജയപ്പെടാനായിട്ടുള്ള സാധ്യത അധികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന KC വേണുഗോപാലിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു നാണക്കേടിലേക്ക് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുപോകും എന്നാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്നത് പോലെ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിയോടുള്ള ജനങ്ങളുടെ വിശ്വാസം കുറച്ചുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഈ ഒരു പാർട്ടിക്ക് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ 8 ദിവസമായി ഈ പറയുന്ന മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന നേതാക്കന്മാരെല്ലാവരും ഡൽഹിയിലേക്ക് പോകുന്നു, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, ഈ പറയുന്ന ക്യാബിനറ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, ക്യാബിനറ്റ് അംഗങ്ങളെ കാണുന്നു, ഓരോരോ വ്യക്തികളെയും ഒന്നൊന്നായിട്ട് കണ്ട് ഓരോരുത്തർക്കും പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി കേൾക്കുന്നു. ഇതിലേക്ക് ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ജനങ്ങളെ ഭരിക്കാനാണ് മുഖ്യമന്ത്രി. അത് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെ ആ ഒരു മുഖ്യമന്ത്രിയായിട്ട് വരണം. അദ്ദേഹത്തിന് അർഹതയും കൂടി ഉള്ള സ്ഥിതിക്ക് നമുക്കതിനകത്ത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു പേരാണ് VD സതീശൻ എന്നത്. എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഹൈക്കമാൻഡിൽ ഏറ്റവും കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ MLA മാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായിട്ട് കാണാനാണ്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ UDF പാർട്ടിക്കാർ പോലും ഇപ്പോൾ വോട്ട് ചെയ്യാത്ത ഒരു സാഹചര്യമാണ്. അത് ഇനി എങ്ങനെയൊക്കെ വന്ന് ഭവിക്കും. അതുപോലെ ഇനിയിപ്പോൾ 6 മാസങ്ങൾക്ക് ശേഷം ഈ പറയുന്ന KC വേണുഗോപാൽ മന്ത്രിസ്ഥാനം പോവുകയാണെങ്കിൽ വീണ്ടും VD സതീശനിലേക്ക് തന്നെ ആ ഒരു സ്ഥാനം വന്നു ചേരുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ VD സതീശനെ മുഖ്യമന്ത്രി ആക്കാനായിട്ട് ഈ പറയുന്നത് പോലെ UDF പാർട്ടിക്കാർ തന്നെ ശ്രമിക്കുമെന്നുള്ള കാര്യം ഈ ഒരു സാഹചര്യത്തിൽ കൺഫേം ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ആ ഒരു മന്ത്രിസഭയിൽ തനിക്കൊരു മന്ത്രിസ്ഥാനം വേണ്ട, ഞാൻ MLA ആയിട്ട് ഇരുന്നോളാം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് VD സതീശൻ വന്ന് നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന് 5 വർഷം ഒന്ന് ഉറങ്ങ പോലും ചെയ്യാണ്ട് ഒത്തിരി പണിയെടുപ്പിച്ചതിന് ശേഷം മന്ത്രിസ്ഥാനം ഇല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി താങ്കളല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിയെ കൊണ്ടുവന്ന് ആ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം VD സതീശൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ VD സതീശൻ പൂർണ്ണമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം
എനിക്ക് ഈ പറയുന്ന മന്ത്രിസഭയിൽ വേറെ ഒരു മന്ത്രിസ്ഥാനത്തിന്റെയും ആവശ്യമില്ല. മുഖ്യമന്ത്രി ആണെങ്കിൽ മാത്രം എനിക്ക് മന്ത്രിസഭയിൽ ഒരു സ്ഥാനം മതി എന്നുള്ള കാര്യം ഇപ്പൊ കൺഫേം ആയിട്ട് VD സതീശന്റെ ഭാഗത്തു നിന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6 മാസത്തിന് ഉള്ളിൽ ഈ പറയുന്ന ബൈ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ KC വേണുഗോപാൽ പരാജയപ്പെടുകയാണെങ്കിൽ VD സതീശനിലേക്ക് വീണ്ടും ആ ഒരു സ്ഥാനം എത്തുമെന്നുള്ളത് ഇപ്പൊ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഏറ്റവും നല്ലൊരു തീരുമാനത്തിലേക്ക് വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയെ അറിയാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാം. ആരായിരിക്കും, ജനവികാരത്തിനാണോ UDF പാർട്ടി വില കൊടുക്കുന്നത് അതോ MLA മാരുടെ സപ്പോർട്ടിനാണോ എന്നുള്ള കാര്യം നാളെ നമുക്ക് പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്